വളരെയേറെ വിചിത്രമായ കടൽ ജീവികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി കരക്കടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കടലിൻ്റെ ഒരുപാടധികം താഴ്ചയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിചിത്ര രൂപികളായിട്ടുള്ള ജീവികളൊക്കെ തന്നെയും എങ്ങനെയാണ് തീരത്തേക്ക് എത്തിപ്പെടുന്നത്? എന്താണ് നമ്മുടെ കടലുകൾക്കടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്നതാണോ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്? ബൈബിളിലും മറ്റുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ലെവിയാത്തൻ എന്ന കടൽ രാക്ഷസൻ കരയിലേക്ക് കയറി വരാൻ പോവുകയാണോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. വളരെയേറെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മുടെ സമുദ്രങ്ങൾക്കടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള വിചിത്ര രൂപികളായിട്ടുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ സീ ക്രീച്ചേഴ്സൊക്കെ തന്നെയും തീരത്തേക്ക് അടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ തന്നെയാണ് അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഒരുപോലെ തന്നെ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നത് സമുദ്രത്തിൻ്റെ 1.5 മൈലോളം താഴ്ചയിൽ മാത്രം കണ്ടുവരുന്ന ആംഗ്ലർ ഫിഷ് തീരത്തേക്ക് അടിഞ്ഞു, അത് തീരത്ത് വന്നുകൊണ്ട് ചത്തുവെന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വീഡിയോകളും മറ്റൊക്കെ ആയിരുന്നു. വലിയ തോതിൽ തന്നെ ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ഡൂംസ് ഡേ ഫിഷിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് ഒരു കൗതുകത്തോടെ ഒരു ആശ്ചര്യത്തോടു കൂടെ നോക്കി നിന്ന് പോവും. എന്താണ് ഇത് സാധനം, എന്താണ് ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു വിചിത്ര രൂപിയായിട്ടുള്ള മത്സ്യം തീരത്തേക്ക് അടിഞ്ഞിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും നമ്മളുടെ ഏവരുടെയും മനസ്സിൽ ഒരുപോലെ തന്നെ ഉയർന്നു വരികയും ചെയ്യും. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൂംസ് ഡേ ഫിഷ് എന്ന പേരിൽ വലിയ തോതിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. മെക്സിക്കോയിലെ ഒരു ബീച്ചിലാണ് ഒരു സിൽവർ നിറത്തിലുള്ള ഈ ഒരു മത്സ്യം അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാഴ്ചയിൽ നമുക്കൊരു പാമ്പിനെ പോലെയൊക്കെയാണ് ഇത് തോന്നുന്നത്. ഇത്തരത്തിലൊരു മത്സ്യം തീരത്തേക്ക് അടിഞ്ഞതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ വലിയ തോതിൽ തന്നെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ പല ആളുകളുടെയും മനസ്സിലേക്ക് വലിയൊരു ഭയം കൂടെ ഉടലെടുക്കാനും അത് കാരണമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ജപ്പാനുമായൊക്കെ നോക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഭയം ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ഉയർന്നു വരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഡൂംസ് ഡേ ഫിഷിനെ കണ്ടതോട് കൂടിയിട്ട് പല ആളുകളും ഇതിനെ നേരെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെവിയാത്താൻ എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കൽ ക്രീച്ചറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെ തന്നെയായാലും ഈ ഡൂംസ് ഡേ ഫിഷിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ലോങ്ങസ്റ്റ് ബോണി ഫിഷാണ് നമ്മുടെ ഈ ഡൂംസ് ഡേ ഫിഷ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് എന്ന് പറയുന്നത് ഓർ ഫിഷ് എന്നാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ നോക്കുകയാണെങ്കിൽ റഗാലക്കസ് ഗ്ലസ്നെ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. മാത്രമല്ല കടലിനടിയിൽ ഏറെക്കുറെ 100 മുതൽ 1000 മീറ്റർ താഴ്ഭാഗത്തായിട്ടാണ് ഇവയെ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അതായത് വെളിച്ചമൊന്നും കാര്യമായിട്ടില്ലാത്ത ആ ഒരു മേഖലയിലൊക്കെ തന്നെയാണ് ഇവ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. മാത്രമല്ല ബാക്കിയുള്ള മീനുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂമിയിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ബോണി ഫിഷാണ് ഈ ഓർ ഫിഷ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മത്സ്യങ്ങളൊക്കെ തന്നെയും ഹൊറിസോണ്ടലി സഞ്ചരിക്കുന്ന അവസരത്തിൽ ഈ ഒരു ഓർ ഫിഷുകളൊക്കെ തന്നെയും വെർട്ടിക്കലിയാണ് സഞ്ചരിക്കുന്നത്. വലിയൊരു പ്രത്യേകതയായിട്ട് തീർച്ചയായിട്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. മാത്രമല്ല ഇനി ഇതിൻ്റെ വലുപ്പത്തിൻ്റെയും നീളത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഒക്കെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 30 മുതൽ 56 അടി നീളത്തിൽ വരെ ഓർ ഫിഷുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതായത് 3 ആനകളെ നമ്മൾ ചേർത്ത് നിർത്തുകയും അതിൻ്റെ വലുപ്പം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയും ചെയ്ത് കഴിഞ്ഞാലുള്ള അത്രത്തോളം നീളം വരെ ഈ ഒരു ഓർ ഫിഷുകൾ വരാറുണ്ട്. മാത്രമല്ല ഏറെക്കുറെ 270 കിലോഗ്രാം ഭാരം വരെ ഈ മത്സ്യങ്ങൾക്ക് വരാറുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ജീവനോടുകൂടെ നമ്മളൊരു ഓർ ഫിഷിനെ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ തന്നെയും ചിത്രീകരിക്കുന്നത് 2010-ലാണ്. അതായത് വളരെയേറെ റെയറായിട്ട് മാത്രമേ ഓർ ഫിഷുകളെ നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ എന്ന് ചുരുക്കം. മറ്റൊരു രീതിയിലുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 1000 വർഷത്തിനിടയ്ക്ക് ആകെ കൂടെ 100-200 തവണകളിൽ മാത്രമേ ജീവനോടുകൂടെ നമ്മൾ മനുഷ്യർ ഈ ഓർ ഫിഷുകളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയും ഓർ ഫിഷുകളെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിവില്ല. നമ്മുടെ കാടുകളിലൊക്കെ തന്നെയും സിംഹം എന്നതുപോലെ മറ്റാരും വേട്ടയാടാനില്ലാത്ത രീതിയിൽ തന്നെയാണ് കടലുകളിൽ ഈ ഒരു ഓർ ഫിഷുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
പഴയ കാലത്ത് നാവികർ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഓർഫിഷുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു സീ സ്നേക്ക് എന്നുള്ള രീതിയിൽ അവർ കണക്കാക്കുകയും തങ്ങളുടെ കപ്പലുകളെ പോലും വിഴുങ്ങാൻ അതിന് ശേഷിയുണ്ട് എന്ന രീതിയിൽ അവർ മനസ്സിലാക്കി വെക്കുകയും തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും പഴയകാല ചില പെയിൻറ്റിങ്സിൽ പോലും ഇത്തരത്തിലുള്ള ഓർഫിഷുകളെ നമുക്ക് ഏതായാലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഓർഫിഷിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വളരെ റയറായിട്ടുള്ള സമുദ്രത്തിൻ്റെ ഒരുപാടധികം മീറ്ററുകൾക്ക് താഴ്ഭാഗത്ത് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉപരിതലത്തിലേക്ക് തീരെ വരാത്ത മത്സ്യത്തെയാണ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോകളാണ് വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തിനിത് വന്നതിന് അടിസ്ഥാനത്തിൽ ആളുകൾ ഭയപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ജപ്പാനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. ജപ്പാനിലെ ആളുകൾ ഈ മത്സ്യത്തെ വിളിക്കുന്നത് ര്യുഗ്യുനോ സുക്കായ് എന്ന പേരിലാണ്. അതിൻ്റെ ഉച്ചാരണം കറക്റ്റാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ ഒരു രീതിയിലാണ് അവരിതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് മെസ്സഞ്ചർ ഫ്രം ദ സീ ഗോഡ്സ് പാലസ് എന്നാണ്. അതായത് കടൽ ദേവൻ്റെ പാലസിൽ നിന്നുള്ളൊരു ദൂതൻ എന്ന പേരിലാണ് അവർ ഈ മത്സ്യത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ചെറുതായിട്ടിപ്പോൾ നിങ്ങൾക്ക് കത്തി തുടങ്ങിയിട്ടുണ്ടാവും. അതെ, ഭൂമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിന് മുന്നോടിയായിട്ട് കടൽ ദേവനിൽ നിന്നുള്ളൊരു ദൂതൻ എന്നോണമാണ് ഈ മത്സ്യങ്ങൾ തീരത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം വൈകാതെ തന്നെ വലിയ ചില ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ജപ്പാൻകാരായിട്ടുള്ള ആളുകൾ ഈ മത്സ്യങ്ങൾ തീരത്തേക്ക് അടിയുന്ന അവസരത്തിൽ അതിനെ കണക്കാക്കുന്നത്, അതിനെ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ, ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പേ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻകാർക്കിടയിൽ വ്യത്യസ്ത തരത്തിലുള്ള നാടോടി കഥകളൊക്കെ തന്നെയും ഈ മത്സ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ മത്സ്യം വന്നതിന് ശേഷം ദുരന്തം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം 2011 ജപ്പാനിലെ പല ഭാഗങ്ങളിലായിട്ട് ഈ മത്സ്യങ്ങൾ കരക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജപ്പാനിൽ വലിയ തോതിൽ തന്നെ ഉള്ളൊരു ഭൂകമ്പം, ഒരു വലിയൊരു എർത്ത് ക്വേക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും വലിയ എർത്ത് ക്വേക്കുകളും സുനാമികളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരം മത്സ്യങ്ങൾ തീരത്തേക്ക് അടിയുന്നത് കാണാൻ സാധിക്കാറുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജപ്പാൻകാർക്കിടയിൽ ആ വിശ്വാസം അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ വൈറലാകുമ്പോൾ ഇത്തരം ഒരു വിശ്വാസം ജപ്പാനിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി വരുമ്പോൾ രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ആളുകൾ ഒരു ഭയപ്പെടുന്ന രീതിയിലേക്ക് കടലിനടിയിൽ അരുതാത്തതായിട്ട് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരു പക്ഷേ വലിയ ദുരന്തങ്ങൾ ഇത് കാരണമായിട്ട് വരാനുള്ള ഒരു അടയാളമായിട്ടൊക്കെ ഇതിനെ കണക്കാക്കാം എന്ന രീതിയിലേക്കൊക്കെ ആളുകൾ ഇതിനെ വീക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്താൻ ആരംഭിച്ചിട്ടുള്ളതൊക്കെ. ഇനി യഥാർത്ഥത്തിൽ ഈ മത്സ്യങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ തീരത്തേക്ക് അടിയുന്നുണ്ട്, കരക്കടിയുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആളുകളിൽ വലിയ തോതിലുള്ള പ്രളയവും ഭൂകമ്പവും സുനാമിയും ഒക്കെ സംഭവിക്കുമോ, ഭൂമിയിൽ അരങ്ങേറുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇടയിലൂടെ സംഭവിച്ച അടുത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാം. അത് ലെവിയാത്തൻ എന്ന് പറയുന്ന ഒരു കടൽ രാക്ഷസനുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഒരു സീ സ്നേക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തീർച്ചയായിട്ടും റീൽസൊക്കെ ഉപയോഗിക്കുന്ന, ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ലെവിയാത്തനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. AI വോയിസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലെവിയാത്തൻ വരാൻ പോകുന്നു, ഭൂമി അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയും നമ്മൾ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകുന്ന സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മിത്തോളജിയിൽ ഇത്തരം ഒരു ലെവിയാത്തനെ കുറിച്ച് നമുക്ക് പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു സീ ക്രീച്ചറിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ജൂയിഷ് മിത്തോളജിയിലേക്ക് പോകുമ്പോൾ അവിടെയും ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനും പുറകിലേക്ക് പോകുമ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ളൊരു മിത്തിക്കൽ ക്രീച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, പരാമർശങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ആയാലും നമുക്ക് ഹീബ്രു ബൈബിളിലും അതുപോലെ തന്നെ ജൂയിഷ് വിശ്വാസങ്ങളിലുമുള്ള ലെവിയാത്തനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം സൃഷ്ടിപ്പിൻ്റെ 3-ാമത്തെ ദിവസം വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാമ്പിനെ സൃഷ്ടിച്ചു. മനുഷ്യർക്കൊന്നും വകവരുത്താൻ കഴിയാത്ത വലിയ തോതിൽ തന്നെ നീളമുള്ള വലിയ ഭാരം വരുന്ന തീ തുപ്പുന്ന രീതിയിലുള്ള ഒരു പാമ്പിനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നിനെയല്ല, 2 എണ്ണത്തിന്, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സർവ്വതിനെയും അത് നശിപ്പിക്കും, ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കുമെന്ന് ചിന്തിച്ചത് കാരണമായിട്ട് ദൈവം അതിലെ ഫീമെയിലിനെ കൊന്നുകളയുകയാണ്, ഇല്ലാതെ
ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ വളരെയേറെ പവർഫുള്ളായിട്ടുള്ള ഈ ലെവിയാത്താനെ ആ മെയിലിനെ നേരെ കടലിലേക്ക് ഇറക്കി വിടുകയായിരുന്നു. അതിനാലൊക്കെ തന്നെയും കടലിൻ്റെ ആഴങ്ങളിൽ ഇന്നും തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാമ്പ്, ഈ വലിയ സീ സ്നേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അവിടെ വിശ്വാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ, അതായത് നമ്മൾ ഈ കലിയുഗം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാലം എത്തിച്ചേരുമ്പോൾ, ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ, ആർക്കും പരസ്പരം വിശ്വാസമില്ലാതാകുന്ന, എല്ലാവരും വഞ്ചനയും ചതിയും കൊലയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം എത്തുമ്പോൾ കടലിൽ നിന്നും ഈ ഭീമാകാരനായിട്ടുള്ള ഈ ലെവിയാത്തൻ എന്ന സീ സ്നേക്ക് കരയിലേക്ക് കയറി വരുന്നതായിരിക്കും. അതിൻ്റെ നീളം എന്നൊക്കെ പറയുന്നത് വളരെയേറെ വലുതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയും അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് പോലും ഭൂമിയിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ തന്നെയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നല്ലവരായിട്ടുള്ള ആളുകൾ, ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ആ ഒരു സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വരികയും ഈ ലെവിയാത്താനെ വാളുപയോഗിച്ചുകൊണ്ട് കൊന്നുകളയുകയും ചെയ്യും. അപ്പോഴേക്ക് ഭൂമിയിൽ നല്ലവരായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ടാകും. ഇവരെല്ലാവരും ദൈവത്തോടൊപ്പം തന്നെ ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ സമയത്ത് അവിടെ ഭക്ഷണമായിട്ട് നൽകപ്പെടുന്നുണ്ടാകുക ഈ ലെവിയാത്താൻ്റെ മാംസമായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ടെൻറ്റ് നിർമ്മിച്ച് അതിന് താഴ്ഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു അത്താഴ വിരുന്ന് കാര്യങ്ങളൊക്കെ തന്നെയും നൽകുന്നത്. പിന്നീട് അങ്ങോട്ടൊരു സ്വർഗ്ഗരാജ്യം പുലരും എന്ന രീതിയിലൊക്കെ തന്നെയാണ് ജൂയിഷ് വിശ്വാസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിലും അവിടെയും ഈ ലെവിയാത്താനുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അതിനെ പിശാചുമായിട്ട് ഉപമിക്കുന്ന രീതിയിലും, അതേപോലെ തന്നെ പിശാചിൻ്റെ കടൽ പാമ്പാണ് ലെവിയാത്താൻ എന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മനുഷ്യരുടെ ആയുധങ്ങൾ കൊണ്ട് ഈ ലെവിയാത്താൻ എന്ന സീ സ്നേക്കിനെ അല്ലെങ്കിൽ ഈ ഒരു സീ മോൺസ്റ്ററിനെ ഒരിക്കലും തകർക്കാനും കഴിയില്ല എന്നത് കൂടെ ബൈബിളിലും മറ്റുമൊക്കെ ചില പരാമർശങ്ങളും അവിടെയുണ്ട്. മൊത്തത്തിൽ നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വളരെയേറെ പവർഫുള്ളായിട്ടുള്ള, മനുഷ്യരെ കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ക്രീച്ചർ തന്നെയാണ് ഈ ലെവിയാത്തൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയും പരിശോധിച്ച് നോക്കുന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏതായാലും സാധിക്കുന്നുണ്ട്. ഇനി അത് യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ, കടലിനടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മിത്തുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് വിട്ടു തന്നിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു കാര്യത്തെ ചില ആളുകളൊക്കെ തന്നെയും സ്കോട്ടിയ പ്ലേറ്റുമായിട്ടും ഉപമിച്ച് പറയുന്നുണ്ട്. ഈ അന്റാർട്ടിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ കിടക്കുന്ന ഏറെക്കുറെ 80,000 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന വലിയൊരു ടെക്ടോണിക് പ്ലേറ്റാണ് ഈ സ്കോട്ടിയ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്കോട്ടിയ പ്ലേറ്റിൻ്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ മാപ്പിലുള്ള രൂപങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പാമ്പിൻ്റെ ഒരു തലയുടെ രൂപമായിട്ട് അതിനെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പല ആളുകളും വിശദീകരിക്കുന്നത് ഈ ലെവിയാത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ അത് മുൻകൂട്ടി തന്നെ ഒരു എന്താ പറയുക കാവ്യാത്മകമായ രീതിയിൽ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചതാണ് ലെവിയാത്താനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാനുള്ളത്. ഈ ഒരു ഏരിയയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിനടിയിലൊക്കെ തന്നെയും ഒരുപാടധികം വോൾക്കാനോസ് ഒക്കെ ഉള്ള, അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ടെക്ടോണിക് പ്ലേറ്റും അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ലെവിയാത്താൻ എന്നതുകൊണ്ട് ഈ മതങ്ങളിലൊക്കെ തന്നെയും ഉദ്ദേശിക്കുന്നത് ഈ പ്ലേറ്റിനെയാണ് എന്ന രീതിയിൽ പല ആളുകളും വിശദീകരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു ലെവിയാത്താൻ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് വരാം. കടലിനടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വളരെയധികം അപൂർവമായിട്ട് കാണപ്പെടുന്ന വളരെയേറെ വിചിത്രമായിട്ടുള്ള ഈ സീ ക്രീച്ചേഴ്സൊക്കെ തന്നെയും കടലിൻ്റെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നത്? അതൊക്കെ തന്നെയും ചത്ത് കരക്കടിയുന്നത്? ഇതും വരാനിരിക്കുന്ന ദുരന്തങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഈ വിഷയങ്ങളുമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ സയൻസിന് പറയാനുള്ളത് ഇതിനെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് കടലിനടിയിലുള്ള ആഗോളതാപനവും മറ്റുമൊക്കെ മൂലമുള്ള വ്യത്യസ്ത തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കടലിൻ്റെ ഒരുപാടധികം താഴ്ഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സയൻസി പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.